ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിൻ കെയർ റുട്ടീനെ കുറിച്ചാണ്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതല്ല എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ രാവിലെയും രാത്രിയും യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ രാവിലെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിൽ മുഖം കഴുകും. ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രാവിലെ നോർമൽ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ മുഖം കഴുകുന്ന പോലെ മുഖം കഴുകും. അത് കഴിഞ്ഞ് കുളിക്കുന്ന സമയത്ത് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മുഖം കഴുകുന്നത്. സോപ്പ് യൂസ് ചെയ്യാറില്ല, ഈ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫേസ് സ്ക്രബും കൂടിയാണ് കേട്ടോ. സ്ക്രബും ഫേസ് വാഷും ചേർന്നൊരു ഫേസ് വാഷാണിത്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മുഖം കഴുകാനായിട്ട്. രാവിലെ ഇത് യൂസ് ചെയ്തിട്ട് മുഖം കഴുകിയിട്ട് വന്നിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിറമാണ്, ഫേസ് സിറം. അത് ഫേസിലും നെക്കിലും ഒരുപോലെ യൂസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് മുഖമൊക്കെ കഴുകി വന്നതാണ്. ഇത് രാവിലത്തെ റുട്ടീനാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഫേസ് സിറാണ് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ സി സിറം അല്ലെങ്കിൽ ഏത് സിറം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് സിറം വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് വൈറ്റമിൻ സി അലർജി ആയതുകൊണ്ട് ഞാൻ ഈ ഒരു സിറം യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഫസ്റ്റ് സിറം യൂസ് ചെയ്യാം. ജസ്റ്റ് 4-5 ഡ്രോപ്സ് സിറം യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഈ സിറം ഒന്ന് അബ്സോർബ് ആവണം. അപ്പോൾ ഫേസ് വാഷ് രാവിലെ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഞാൻ രാവിലെയും വൈകിട്ടും 2 ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. രാവിലെ യൂസ് ചെയ്യുന്നത് രാത്രി യൂസ് ചെയ്യാറില്ല. അതിനുശേഷം ചില ദിവസങ്ങളിൽ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ചില ദിവസങ്ങളിൽ യൂസ് ചെയ്യുന്നതാണിത്. ചില ദിവസങ്ങളിൽ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. അത് എൻ്റെ മൂഡനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഏതൊക്കെ പ്രോഡക്റ്റ് ആണെന്ന് പറയാം. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് മെഡിക്കൽ ഷോപ്പിലാണ് വാങ്ങിക്കാൻ കിട്ടുക. ഇത് അക്വാ സോഫ്റ്റ് മാക്സ് എന്ന് പറഞ്ഞിട്ട് ഏത് സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. യാതൊരുവിധ അലർജി ഉണ്ടാക്കുന്നതല്ല കേട്ടോ. ഇത് 24 hour മോയ്സ്ചറൈസറാണ്. ഇത് എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താണ്, ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതാണ് ഞാൻ മിക്കവാറും യൂസ് ചെയ്യാറുള്ളത്. ഒരു ഡോക്ടർ എന്ന് പറയുന്നത് എൻ്റെ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി കൂടി അതെ, എൻ്റെ ഡോക്ടർ എന്ന് ഞാൻ പറയാതിരുന്നത് എന്താ വെച്ചാല് അല്ല അത് എന്താ പറയില്ല, ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഡോക്ടർ എന്ന് പറയാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആണ്. എൻ്റെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഡോക്ടർ മാറിയിട്ട് വേറൊരു ഡോക്ടറാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു പോയത്. സോറി കേട്ടോ. അത് ശരിയാണ്, ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടർ മാറി, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഡോക്ടർ, ഞാൻ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് ഈ ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുക എനിക്ക് തോന്നുന്നു കൂടുതലും ഈസിലി അവൈലബിൾ ആവുന്നത് മമ്മായർത്തിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. നമുക്ക് മമ്മായർത്തിൻ്റെ സൈറ്റിൽ നിന്നും പർപ്പിളിൽ നിന്നും നൈക്കയിൽ നിന്നും ഒക്കെ അവൈലബിൾ ആവുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നമുക്ക് കൂടുതൽ ഈസിലി അവൈലബിൾ. ഇത് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാലാണ് കിട്ടുക. പക്ഷെ ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ട്, എനിക്ക് അലർജിയൊക്കെ വരുന്നതുകൊണ്ട് കൂടുതൽ യൂസ് ചെയ്തിട്ട് നല്ലത് ഈ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം എന്തിനും കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. ഏത് കമ്പനി ആണെങ്കിലും കുഴപ്പമില്ല, ഏത് ക്ലൈമറ്റ് ആണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പുറത്തിറങ്ങരുത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ നെക്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്യുക. പിന്നെ ഡേ ക്രീം എല്ലാ ദിവസവും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ടതാണ്. നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ മസ്റ്റായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഡേ ക്രീമും. അപ്പോൾ ഡേ ക്രീമും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ രാവിലത്തെ സ്കിൻ കെയർ റുട്ടീൻ കംപ്ലീറ്റ് ആവും. പിന്നെ നിങ്ങൾ സൺസ്ക്രീൻ വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഡേ ക്രീമും പിന്നെ ഒരു ലിപ് ബാമും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാവിലത്തെ സ്കിൻ കെയർ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 1 മിനിറ്റ് ഗ്യാപ്പിൽ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പ്രോഡക്ട്സ് പരിചയപ്പെടുത്താം. ഞാൻ യൂസ് ചെയ്യുന്ന ഓരോന്ന്
ഫസ്റ്റ് മുതൽ പറയാം. മമ്മ എർത്തിൻ്റെ ഉപ്റ്റൺ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്, രാവിലെ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. അതുപോലെ തന്നെ മമ്മ എർത്തിൻ്റെ തന്നെ ഉപ്റ്റൺ ഫേസ് സിറാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് സിറം. ഇത് രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. പിന്നെ മമ്മ എർത്തിൻ്റെ ഉപ്റ്റൺ ലൈറ്റ് ജെൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ മോയ്സ്ചറൈസർ. അതല്ലെങ്കിൽ അക്വാ സോഫ്റ്റ് മാക്സ് എന്ന് പറയുന്ന മോയ്സ്ചറൈസർ, ഇതിലേതെങ്കിലും യൂസ് ചെയ്യും. പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഷെത്തിൻ്റെയാണ്. അത് ഹൽദി ആൻഡ് ഹൈലറോണിക് ആസിഡിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗുഡ് വൈബ്സിൻ്റെ ഡീറ്റ് ആൻഡ് ഗ്ലോ ഡേ ക്രീമാണ് ഞാൻ ഡേ ടൈമിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ മമ്മ എർത്തിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അവരുടെ പരസ്യമല്ല ഞാൻ പറയുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് പറയുന്നതേ ഉള്ളൂ. മമ്മ എർത്തിൻ്റെ തന്നെ ഇതാ ഈ ഒരു ലൈറ്റ് കളറിൽ ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം. ഇത് ലിപ് ബാമൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ വല്ലപ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. ശരിക്കും നമ്മൾ ലിപ് ബാമും കൂടി ഈ ഒരു ക്ലൈമറ്റിൽ വിൻ്റർ സീസണിൽ നമുക്ക് ലിപ് ബാമും കൂടി യൂസ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഞാൻ ലിപ് ബാമും കൂടി യൂസ് ചെയ്യട്ടെ. ഇത്രയേ ഉള്ളൂ. ലിപ് ബാമും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോർണിംഗ് റുട്ടീൻ കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ലിപ് ബാം യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലിപ് ബാം യൂസ് ചെയ്ത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ചുണ്ട് നന്നായിട്ട് തൊലി ഇളകി വരും കേട്ടോ, ഇങ്ങനെ തൊലി പൊട്ടി വിടർന്ന് വരും നമ്മുടെ ഈ മഞ്ഞകാലമാകുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ ലിപ് ബാം യൂസ് ചെയ്ത് തുടങ്ങിയത് ആ ചുണ്ടിൻ്റെ തൊലി പൊട്ടി വരുന്നതിന് മാറാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ ലിപ് ബാം എല്ലാ വർഷവും സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. വിൻ്റർ സീസൺ ആകുമ്പോൾ പിന്നെ ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നമ്മുടെ ലിപ്സിൻ്റെ കളറൊക്കെ ഡാർക്ക് ആവുന്നതിന് ഒരു ബേസ് കോട്ടായിട്ട് നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഷെയ്ഡ്സ് കളറൊന്നും ഇല്ലാത്ത ലൈറ്റ് ന്യൂഡ് ഷെയ്ഡ് ഇതുപോലെയുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ലിപ് ബാം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നത്. എപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ താഴെ ആദ്യം ലിപ് ബാം അപ്ലൈ ചെയ്യും, അതിന് മുകളിലായിട്ടാണ് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. ഏത് സമയത്താണെങ്കിലും ലിപ് ബാം ആദ്യം അപ്ലൈ ചെയ്യും. നമ്മളിപ്പോൾ രാവിലെ യൂസ് ചെയ്താലും ലിപ്സ്റ്റിക്ക്, എപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോഴും ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുള്ളൂ. അതിപ്പോൾ എൻ്റെ ഒരു ശീലമാണ് കേട്ടോ, ലിപ് ബാം അങ്ങനെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ വീട്ടിൽ നിൽക്കുമ്പോൾ അധികം ലിപ് ബാം ഒന്നും യൂസ് ചെയ്യാറില്ല. ഈ വിൻ്റർ സീസണിൽ മാത്രമേ ലിപ് ബാം യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ പുറത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ലിപ് ബാം മസ്റ്റായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ രാവിലത്തെ സ്കിൻ കെയർ കഴിഞ്ഞു. പിന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് നൈറ്റാണ്. നൈറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നില്ല നൈറ്റ് സ്കിൻ കെയർ, ഇപ്പോൾ രാവിലത്തെ ചെയ്ത് കാണിച്ചില്ലല്ലോ. നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നൈറ്റ് സ്കിൻ കെയർ ഞാൻ കുളിക്കുമ്പോഴാണ് നൈറ്റ് സ്കിൻ കെയർ ചെയ്യുന്നത്. കുളിച്ചെന്ന് വെച്ചാൽ രാത്രി മേല് കഴുകുമ്പോൾ ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ടാണ് ഞാൻ മുഖം കഴുകാറുള്ളത്. ഇത് ഗുഡ് വൈബ്സിൻ്റെ ഡീറ്റ് ആൻഡ് ഗ്ലോ ഫേസ് വാഷാണ്. എല്ലാം ഞാൻ പല പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യുന്നത്. ഒരേ കമ്പനിയുടെ പ്രോഡക്റ്റ്സ് അങ്ങനെ യൂസ് ചെയ്യുന്ന ശീലമില്ല. ഇതൊക്കെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് 1.5 വർഷമായിട്ട് ഇതൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, നമ്മൾ രാവിലെ യൂസ് ചെയ്ത മോയ്സ്ചറൈസർ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ഗുഡ് വൈബ്സിൻ്റെ ഡീറ്റ് ആൻഡ് നൈറ്റ് ക്രീമാണ് ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് നൈറ്റിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ കിടന്നുറങ്ങും. അല്ലാതെ ഇതിന് മുകളിൽ വേറെ ഒന്നും അപ്ലൈ ഇല്ല. നൈറ്റിൽ ലിപ് ബാം യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ നൈറ്റും ഡേയും ആയിട്ടുള്ള സ്കിൻ കെയറിൻ്റെ പ്രോഡക്ട്സ്. നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളപ്പോൾ എല്ലാവരും ഈ ഒരു പ്രോഡക്ട്സ് എല്ലാം യൂസ് ചെയ്യണം എന്നില്ല. ഒരു മോയ്സ്ചറൈസറും ഒരു ടോണറും അതുപോലെ തന്നെ ഒരു ഫേസ് വാഷും മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ കെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് ക്യാഷ് ചിലവാക്കിയിട്ട് നമ്മൾ ഇതൊന്നും ചെയ്യണമെന്നില്ല. പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് നമ്മൾ പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കാറുള്ളത്. എൻ്റെ ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിന്നിന് ചേരുന്ന മോയ്സ്ചറൈസറും ഡ്രൈ സ്കിന്നിന് ചേരുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഡ്രൈ സ്കിന്നിന് ചേരുന്ന സൺസ്ക്രീനാണ് ഞാൻ ഈ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിന് മുൻപ് ഞാൻ യൂസ് ചെയ്തിരുന്ന ഡോക്ടർ ഷെയ്ത്തിൻ്റെ തന്നെ സൺസ്ക്രീൻ എനിക്ക് ഒട്ടും ചേരുന്നുണ്ടായിരുന്നില്ല. അത് ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയതായിരുന്നു. അപ്പോൾ ഓരോ സ്കിന്നിനും നമ്മൾ ഏത് സ്കിന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിന് പകരമായിട്ട് നമുക്ക് റോസ് വാട്ടറും അലോവേര ജെല്ലും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. റോസ് വാട്ടർ വെച്ചിട്ട് നമുക്കൊന്ന് മുഖം ക്ലെൻസ് ചെയ്തിട്ട് അലോവേര ജെല്ല് നമുക്ക് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. അതൊക്കെ നമുക്ക് ചെറിയ ചിലവിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ പറഞ്ഞതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.